ഹലോ, നമ്മളിന്ന് ഐക്യയിലേക്ക് വന്നിട്ടാണ് ഉള്ളത്. കുറേ ആയി ഐക്യയിൽ വരാതെ. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തീരുമാനിച്ചതാണ് ഇത് വന്നാലോ എന്ന്. അപ്പോൾ ഇതാ നമ്മളതിൻ്റെ എൻട്രൻസിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവിടുത്തെ വിശേഷങ്ങൾ അവിടുന്ന് കാണാം. എൻട്രൻസിൽ ഇവിടെ ഒരു ഓട്ടോറിക്ഷ എല്ലാം നമ്മുടെ നാട്ടിലെ ഗുഡ്സ് ഇല്ലേ, അത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാണാൻ തന്നെ നല്ലൊരു രസമായിരുന്നു അത്. പിന്നെ അവിടെ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ അവരെന്താ കാൻഡിൽസ് ആയിരുന്നു വെച്ചേക്കുന്നത്. അപ്പം ഞാനും ചിമ്മും കൂടെ അതൊക്കെ ഒന്ന് നോക്കി. നമുക്ക് വേണ്ടായിരുന്നു, ഓൾറെഡി വാങ്ങിയതൊക്കെ വീട്ടിൽ അവിടെ ഇവിടെയൊക്കെ കിടക്കുന്നുണ്ട്. സോ അതവിടെ വെച്ച് വേഗം മുന്നോട്ട് നടക്കുക ചെയ്തത്. ഇത് കിച്ചണൊക്കെ അവിടെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഇതുപോലെ നമുക്കും നമ്മുടെ രീതിക്ക് സെറ്റ് ചെയ്യാന്നുള്ളത് അവർ കാണിച്ചു തരാൻ വേണ്ടി വെച്ചേക്കുന്നതാണ് ഇതൊക്കെ. അപ്പോൾ ഞങ്ങളവിടെ കയറി ജസ്റ്റ് ഒന്ന് എന്താ പറയേണ്ടത്, വെറുതെ ഒന്ന് ആക്റ്റൊക്കെ ചെയ്തു. പൈപ്പ് വാഷ് ബേസിനൊക്കെ നല്ല രസമുണ്ടായിരുന്നു അവിടുത്തെ കാണാൻ. പിന്നെ റൂമൊക്കെ അറേഞ്ച് ചെയ്യാൻ നമുക്ക് എന്താ പറയേണ്ടത്, ആ ഒരു സോഫയൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് കണ്ടില്ല, അതുപോലെ നമുക്കും സെറ്റ് ചെയ്യാം. അത് അവർ കാണിച്ചു തരാൻ വേണ്ടി അങ്ങനെ ഓരോരോ ഏരിയയിലും നമ്മുടെ ലിവിങ് റൂം, കിച്ചൺ, എന്താ പറയുക ഹോൾ, അതൊക്കെ അവരവിടെ സെറ്റ് ചെയ്യുക. ഓഫീസിൻ്റെ ആ സെറ്റപ്പ്, പിന്നെ സ്റ്റഡി റൂം, അതൊക്കെ അവരെന്താ പറയേണ്ടത് നമുക്ക് ചെയ്യേണ്ട രീതിയിൽ അവരവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ അത് കോപ്പി ചെയ്യാം. അതൊക്കെ കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് അവർ ആ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. കണ്ടോ നിങ്ങൾ ആ ഇപ്പം നമ്മൾ കുട്ടികളൊക്കെ പോയി എല്ലാവരും എന്താ പറയേണ്ടത് അതൊക്കെ വലിച്ചു വാരിയിട്ടേക്കാണ്. എന്നാലും ആ ഒരു സെറ്റപ്പൊക്കെ കാണാൻ നല്ല ഭംഗിയായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. ഓഫീസ് സെറ്റപ്പ് ആയാലും ഒക്കെ സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെന്താ, അങ്ങനെ അവിടെ വെച്ച് നമ്മൾ കുറേ വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുത്തു. അങ്ങനെ ഇവിടെ പോവാന്ന് വെച്ചാൽ ഒരു ഭയങ്കര എന്താ പറയുക ഒരു ചടങ്ങ് തന്നെയാണ്. കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. ഇത് കണ്ടെയ്നേഴ്സാണ് കേട്ടോ. അതൊക്കെ എൻ്റെ കയ്യിൽ കുറേ ഉണ്ട് ഇതുപോലുള്ള കണ്ടെയ്നേഴ്സ്. പക്ഷെ ഒന്നും ആവില്ല, നമ്മൾ എത്ര യൂസ് ചെയ്ത് കഴിഞ്ഞാലും അത് എന്താ പറയേണ്ടത് ഒന്നും ഒരു കേടുപാടും പറ്റാതെ അങ്ങനെ തന്നെ ഉണ്ടാവും. ഈ ഒരു ഏരിയ വരുന്നത് സോഫ്റ്റ് ടോയ്സിൻ്റെ ഏരിയ ആണ് കേട്ടോ. കുഞ്ഞു കുട്ടികൾക്കൊക്കെ കളിക്കാൻ പറ്റിയ നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഐറ്റംസാണ്. പിന്നെ നമുക്കിതൊരു ഷോപ്പ് പീസൊക്കെ ആയിട്ട് വീട്ടിൽ വെക്കാനും പറ്റുമേ. എല്ലാം എന്താ പറയുന്നത് ഒന്നൊന്ന് മെച്ചമെന്ന രീതിയിലുള്ള ഐറ്റംസാണ്. കുട്ടികളെല്ലാം ഭയങ്കരമായിട്ട് അതാണ് എടുത്ത് വെച്ച് കണ്ടില്ല കയ്യിൽ. എല്ലാം കാണാനൊരു പ്രത്യേക എന്താ പറയുക ഭംഗി തന്നെയാണ്. ചിമ്മോനിലായനാന്ന് തോന്നുന്നു ഇഷ്ടപ്പെട്ടത്. ആളത് പിടിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോഴന്നെ ഞാനൊരു ഷോട്ട് എടുത്ത് കിടന്ന്. ഇത് ഇൻഡോർ പ്ലാന്റ് സെക്ഷനാണ്. മിക്കപ്പോഴും നമ്മൾ ഇവിടെ തന്നെയാണ് ഈ ചെടികളൊക്കെ വാങ്ങിക്കാറ്. നന്നായിട്ട് നിൽക്കും, ലാസ്റ്റ് ചെയ്ത് നിൽക്കും ഇവിടെ നിന്ന് വാങ്ങിക്കുന്നതൊക്കെ. ഇത് കപ്പിൻ്റെ ഏരിയ ആണ് കേട്ടോ. ഞാൻ ഇവിടെ നിന്ന് തന്നെയാണ് എപ്പോഴും കപ്പ് വാങ്ങിക്കാറുള്ളത്. അത്യാവശ്യം ഞാൻ നാട്ടിൽ പോകുമ്പോഴും കപ്പ് ഇവിടെ നിന്ന് തന്നെയാണ് വാങ്ങിച്ചിട്ട് കൊണ്ടുപോകാറുള്ളതും. പക്ഷേ ഈ പ്രാവശ്യം പോയപ്പോൾ എനിക്ക് അവിടെ എന്താ വേണ്ടത് കപ്പൊന്നും അത്ര വലിയതായിട്ട് ഇഷ്ടപ്പെട്ടില്ല. എല്ലാം ഒരു ബിഗ് സൈസായിരുന്നു. പിന്നെ എപ്പോഴും കാണുന്ന ഒരു മോഡലായിരുന്നു, വെറൈറ്റി ആയിട്ട് ഒന്നും തോന്നിയില്ല. അതുകൊണ്ട് കപ്പ് എടുത്തതില്ല. ഇതൊരു ലഞ്ച് ബോക്സ് ആണ്. പക്ഷെ ഇതൊന്ന് ഓപ്പൺ ചെയ്തേ.
വനില സെക്ഷൻസ് ആണ്. നമുക്കിവിടെ ഡിഫറെൻറ്റ് ഫ്ലേവേഴ്സിലെ കാൻഡിൽസ് കിട്ടും. എനിക്കിത് മതി. അപ്പം ഞാനിതാ ഇതെടുത്തിട്ടുണ്ടേ. നമ്മുടെ ചിമ്മൂട്ടി ഇതാണ് എടുത്തത്. ഇതെന്താടി? ഫോറസ്റ്റ്. തീരെ മണയില്ലാത്ത സാധനമാണ് നമ്മുടെ ചിമ്മൂട്ടി എടുത്തത്. ഇത് വേണോ? ഇത് കാണിക്കണേ, ഇത് കാണിക്കണേ, വീഡിയോ എടുക്കും. ഇത് പഠിച്ചോ. അങ്ങനെ ഇതാ നമ്മൾ ഐക്യന്ന് വിട്ടു. അപ്പോൾ എല്ലാവരും ബായ് പറയാനേ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ എടുക്കാവുന്നവരെ ബൈ ബൈ. നമ്മുടെ ഇന്നത്തെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞു.